കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഒരു പ്രമുഖ നേതാവിൻ്റെ പീഡന പരാതികൾ എന്ന് ഞാൻ പറയാൻ കാരണം ഒന്നിലധികം കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിളുകളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അല്ലെങ്കിൽ സമൂഹം പറയുന്നുണ്ട് പരസ്പരം കൺസെൻറ്റോടുകൂടിയാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, എന്നിട്ടത് പീഡന പരാതിയായി മാറിയെന്നൊക്കെ. എന്നാൽ ഈ ആർട്ടിക്കിളുകൾ വായിച്ചപ്പോൾ ഈ കേസുകളിലെല്ലാം സമാനമായ കുറേ രീതികളുണ്ട്. അതായത് ക്രൂരമായി ഉപദ്രവിക്കുക, മുറിവേൽപ്പിക്കുക, മാനസികമായി തളർത്തുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പരസ്പരം സെക്സ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത് ശാരീരികമായി അല്ലെങ്കിൽ മാനസികമായി ഉപദ്രവിക്കാനുള്ള അനുവാദമായിട്ടാണോ ആളുകൾ കണക്കാക്കുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം രണ്ട് പേര് തമ്മിൽ ഇപ്പം ഇൻ്റർകോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്നേഹിക്കാം, മേക്കൗട്ട് ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന് പെരുമാറുക? ഒരു വ്യക്തിനെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് വന്യമായ രീതിയിൽ പെരുമാറാനുള്ള യാതൊരു റൈറ്റും ഇല്ല. നമ്മൾ വിചാരിക്കുക നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് നമുക്ക് എങ്ങനെയും പെരുമാറാം, ഏത് രീതിയിലും പെരുമാറാം. വെർബലി അബ്യൂസ് ചെയ്യാം, സെക്ഷലി അബ്യൂസ് ചെയ്യാം, മെൻ്റലി അബ്യൂസ് ചെയ്യാം, ഏത് രീതിയിൽ അബ്യൂസ് ചെയ്യാം. ഇതൊന്നും ഒരു കേസല്ല, ഇതൊന്നും ഒരു കേസിന്റെ പരിഗണനയിൽ വരില്ല എന്നുള്ളതാണ്. ഇപ്പം ഇന്നത്തെ ഇപ്പം കൃപ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇതിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തപ്പോൾ എന്നോട് ആ ഫ്രണ്ട് ആദ്യം ചോദിച്ചത് ഇത്രയധികം സഹിച്ചെങ്കിൽ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം ചില വിഷയങ്ങൾ എനിക്ക് വന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ ഏത് സൈഡിൽ നിൽക്കണം, ഏത് നിലപാട് എടുക്കണം എന്നറിയാൻ പറ്റത്തുണ്ടാവില്ല. ഇതിനകത്ത് ഏത് റൈറ്റ് ഏതാ റോങ് ഏതാന്നൊക്കെ. അപ്പം നമ്മളൊന്ന് പോസ് ചെയ്യാം നമ്മളെ തന്നെ. അതിനുശേഷം നമുക്കൊരു വ്യക്തത വന്നിട്ട് നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുക. നമ്മൾ ചാടിക്കറി ഇപ്പോൾ അഭിപ്രായം പറയേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ വേറൊരു കാര്യം, ഒരാൾ ഇരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, താൻ ഇരയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഓക്കെ ഇയാൾ ഇരയാണെങ്കിൽ ഇപ്പം ഞാനൊരു പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് കൃപേനോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തുകൊണ്ട് ഇതുവരെ പരാതി കൊടുത്തില്ല എന്നുള്ളതല്ല. ഇപ്പം നീ ഓക്കെ ആണോ, നമുക്ക് ഇനി എന്ത് ചെയ്യാമെന്നുള്ളത് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല, എന്തുകൊണ്ട് ഇത്ര കാലം സഹിച്ചു എന്നുള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കരുത്. പിന്നെ മറ്റൊന്ന്, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പവർ, അധികാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരു ഈക്വൽ പവറിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് തല്ലി തോപ്പിക്കാം, ചീത്ത പറഞ്ഞു തോപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം എന്ന്. ഇപ്പൊ കൃപ എന്നേക്കാൾ കുറച്ചും കൂടെ പവറിൽ അല്ലെങ്കിൽ എന്നെക്കാൾ കുറച്ചും കൂടെ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് അത്ര ഈസി ആയിരിക്കില്ല ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ. അപ്പം എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തി നഷ്ടമാകുന്ന അവിടെയാണ്. ഈ പവർ എന്ന് പറയുന്നതിന് അപ്പുറം വേറൊരു കാര്യമുണ്ട് ക്രിസ്റ്റീന. ചില മനുഷ്യർക്ക് ഇത് വലിയ ട്രോമയായിരിക്കും. അത് അവരെ കാലങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കാം. അത് കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാകുന്നത് ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത്, ഞാൻ ഇരയാകുകയായിരുന്നു എന്നൊരു സംഭവമുണ്ട്. അത് പൊട്ടിച്ച് അവർ പുറത്തോട്ട് വരുമ്പോഴായിരിക്കും സമൂഹം ഇത്തരം അധിക്ഷേപങ്ങൾ അവരെ പറയുന്നത്. ചിലപ്പോൾ ഈ വർഷങ്ങളോളം ഇവർ ഈ മാനസിക പീഡനത്തിൽ നിന്നും എങ്ങനെ കരകയറുമെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും ഈ വ്യക്തിയിൽ നിന്നും. ഒപ്പം ഈ വ്യക്തി പവറുള്ള ആളാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി നിരന്തരമായി അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് പരാതിയായിട്ട് മുന്നോട്ട് വരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സമൂഹം പരാതി പറഞ്ഞാൽ തന്നെ ക്രിസ്റ്റീന ആദ്യം പറഞ്ഞതുപോലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഇതിനെയൊക്കെ ഭയക്കുന്ന ഒരാളാണെങ്കിൽ ഇത് പുറത്ത് പറയാൻ പറ്റില്ല. വേറൊരു കേസ് പറയാം. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അവരുടെ ഒരു സുഹൃത്ത് വളരെ നേരത്തെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് വളരെ സ്വപ്നങ്ങളോടുകൂടി പോയ ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ ഈ കുട്ടി ആദ്യ രാത്രിയിൽ തന്നെ അനുഭവിക്കുന്ന ഒരു ട്രോമ, അതായത് ഭർത്താവാണ്, കാമുകനോ അല്ലെങ്കിൽ വേറെ ആരോ അല്ല, ഭർത്താവാണ്. ആ ഭർത്താവ് ആദ്യത്തെ രാത്രിയിൽ തന്നെ ഈ പെൺകുട്ടിയോട് പെരുമാറുന്ന രീതിയുണ്ട്. അതായത് ഇവളെ ഭയങ്കരമായിട്ട് ശാരീരികമായി ഉപദ്രവിക്കും, മുറിവേൽപ്പിക്കും, എന്നിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാൾ. സൈക്കോപാത്ത്. അതെ, ആ കുട്ടിക്ക് അത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. അതായത് വളരെ നേരത്തെ കല്യാണം കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിത്തം വിട്ട് മാറി ഇങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അപ്പം ഒത്തിരി സ്വപ്നങ്ങളോടുകൂടി വന്നൊരു പെൺകുട്ടിയായിരിക്കാം. ചിലപ്പം മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഇവളുടെ വീട്ടുകാരോട് പോലും ചിലപ്പോൾ അത് തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ഇത് ദിവസവും ഈ കുട്ടി നേരിടുകയാണ്. അതായത് ഇവളുടെ ശരീരത്ത് മുറിവുണ്ടെങ്കിൽ പോലും പിറ്റേ ദിവസവും ഈ മനുഷ്യൻ ഇത് തന്നെയാണ് ഈ കുട്ടീനോട് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇറങ്ങാത്ത നിരവധി സ്ത്രീകൾ ഉണ്ടാകും നമ്മുടെ സമൂഹത്തിൽ. എല്ലാവരും വിചാരിക്കുന്നേ ഭർത്താവാണ്, അപ്പോൾ എനിക്ക് ഇവളുടെ മേലെ എല്ലാ അധികാരവും ഉണ്ട്, ഞാൻ ഇവളെ ശാരീരികമായി ഉപദ്രവിച്ചാലും ഞാൻ എന്ത് പറഞ്ഞാലും ഇവൾ കേട്ടോണ്ട് നിൽക്കണം എന്നുള്ളതാണ്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല.
കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇനി സമ്മതത്തോടു കൂടി ആണെങ്കിൽ പോലും ശാരീരികമായി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കുറ്റം തന്നെയാണ്. നമ്മൾ ഇപ്പം കൃപ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടിയുടെ ഒരു കാര്യം, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ചുറ്റും കുറേയധികം പെൺകുട്ടികൾ, നമ്മുടെ ഏജ് ഗ്രൂപ്പിലൊക്കെ വരുന്ന കുറേയധികം പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന കുറേ കേസുകൾ ഉണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ എപ്പോഴും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഇവർ ശാരീരികമായി നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതിന് കുടുംബക്കാരോട് പറയുമ്പം കുടുംബത്തിന് മാനക്കേടാണ്, നീ അവിടെ തന്നെ നിൽക്കണം എന്നാണ് മറുപടി കൊടുക്കുക. അതായത് നമ്മുടെ സമൂഹത്തിൽ ഈ വിവാഹം, കുടുംബം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യം. കുടുംബം മോശമാണെന്നോ വിവാഹം മോശമാണെന്നോ ഒന്നും അല്ല ഞാൻ പറയണേ. അത് വേണ്ടവരത് എടുക്കട്ടെ, വേണ്ടാത്തവരത് എടുക്കണ്ട. അതിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇഷ്ടമില്ലാത്ത രണ്ടുപേരെ വിവാഹത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. അല്ലെങ്കിൽ ഒരാളുടെ വൈകൃതം മുഴുവൻ, ഇപ്പൊ ഞാനെന്നൊരു വ്യക്തി വേറൊരാളുടെ വൈകൃതം മുഴുവൻ സഹിക്കേണ്ട ആവശ്യമില്ല കുടുംബ മഹിമ നോക്കിയിരുന്നിട്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഈ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവുന്ന ശാരീരിക പീഡനങ്ങൾ കൂട്ടുകാരോടോ അല്ലെങ്കിൽ കുടുംബക്കാരോടോ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളാണെങ്കിലും പറ്റാതെ വരുന്നത്. ഇപ്പൊ നമ്മൾ പെൺകുട്ടികൾ മാത്രമല്ല, അത്തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആൺകുട്ടികളും ഉണ്ട്. അപ്പൊ നമ്മൾ അതും മെൻഷൻ ചെയ്തു പോകണം. അപ്പം ഈ വിവാഹം എന്ന് പറയുന്ന, ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ സൊസൈറ്റി അത്രത്തോളം വളർന്നിട്ടില്ല. ഡിവോഴ്സ് നടക്കുന്നുണ്ട്, പക്ഷെ അതൊരു വലിയ മാനക്കേടോ വലിയ ബാധ്യതയായിട്ടോ ഒക്കെയാണ് കാണുന്നത് വിവാഹം, ഇതൊക്കെ പറയുമ്പോൾ. അപ്പം ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ ശരീരത്തിന് മുറിവേൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത് പരാതി കൊടുത്താൽ വലിയൊരു കേസായി തന്നെ മാറുന്ന വിഷയമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു നേതാവിന്റെ വിഷയമാണ്. അതിനുള്ളിൽ 3 പരാതികളോളമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിനുള്ളിൽ 3ഉം സമാനമായ രീതിയിലാണ് അത് കുറ്റപത്രത്തിൽ പറയുന്നത്. മൊഴിപ്പകർപ്പ് ഇപ്പം പുറത്തു വരുന്നതിനകത്തൊക്കെ ഈ പെൺകുട്ടികളെല്ലാം നേരിട്ടത് ഒരേപോലത്തെ പീഡനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്റ്റീന, ഈ മനുഷ്യൻ ഇത് എൻജോയ് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ആനന്ദിക്കുകയാണ്. അപ്പം അത്തരം വിഷയങ്ങൾ വരുമ്പം ഈ 3 പെൺകുട്ടികളും പിന്നീടായിരിക്കാം അറിഞ്ഞിട്ടുണ്ടാവുക നമ്മൾ ഇരയാക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ചതിക്കപ്പെടുകയാണ്, നമ്മളെ മിസ്യൂസ് ചെയ്യുകയാണ് എന്നുള്ളത്. അപ്പം ഈ എങ്ങനെയാണ് ഒരാളോടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമോ, ഓക്കെ അത് അങ്ങനെ പറ്റിപ്പോയതാണ് എന്നുള്ളത്. രണ്ടാമത്തെ ആളോടും മൂന്നാമത്തെ ആളോടും പിന്നെ പരാതികൾ ഇനിയും വരാനുണ്ട് എന്ന് പറയുന്നു. പല പെൺകുട്ടികളും പരാതി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പം പെൺകുട്ടികളെ വലയിലാക്കിയിട്ട് ഈ രീതിയിൽ ആനന്ദം കണ്ടെത്തുക, അതൊക്കെ പറയുന്നത് ശരിക്കും അതൊരു മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മാനസിക നില അവരുടെ ശരിയാണോ? അത്തരം പരിശോധനകളൊക്കെ ആവശ്യമാണെന്ന് തോന്നുന്നു. അല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് നമ്മുടെ മുന്നിലിരുന്ന് ഒരാളെ വേദനിപ്പിച്ച് കരയാൻ അതിനുള്ളിൽ നമുക്ക് ഇങ്ങനെയാണ് ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുക? അപ്പം അതൊക്കെ പരിശോധിക്കണം. അത് വെറുതെ ഒരു അലിഗേഷനാണ് അല്ലെങ്കിൽ പാർട്ടിക്കാരുണ്ടാക്കുന്ന ഒരു കേസാണ്. അത്തരം വാദങ്ങളൊന്നും അല്ല ഇവിടെ വേണ്ടത്. അതെ, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇത് വെറും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി കളയാൻ വേണ്ടിയുള്ള ഒരു വിഷയമായിട്ട് എടുക്കരുത്. കാരണം ഇതേപോലെ ഈ നേതാവിനെ പോലെ പല ആളുകളും സമൂഹത്തിലുണ്ടാകും. ഇതേപോലെ ഇരയാക്കപ്പെട്ട പല പെൺകുട്ടികളും കാണും. അപ്പോൾ പലരും സ്വയം ചിന്തിക്കണം, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് മാറ്റേണ്ട സമയമായില്ലേ? എൻ്റെ മുന്നിലിരിക്കുന്ന ആള്, അതിൻ്റെ ഭാര്യയാവാം, കാമുകിയാവാം, പങ്കാളിയാവാം, ആരും ആകാം, അവരും ഒരു വ്യക്തിയാണ്. അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുക, അവരെ സ്നേഹിക്കുക. സ്നേഹം ഒരിക്കലും വേദനയാകരുത്. അതുപോലെ പല പെൺകുട്ടികളും ഇതിനു മുന്നേ ആത്മഹത്യ ചെയ്ത കേസുകളുണ്ട്. പലർക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇതേപോലുള്ള പീഡനങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. എന്നാൽ അത് സ്വന്തം മാതാപിതാക്കളോട് അല്ലെങ്കിൽ സമൂഹത്തിനോട് പറയാനുള്ള മടി കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാകാം, ഒരു പക്ഷെ അവരെ കേട്ടിട്ടുണ്ടാവില്ല ആരും. സഹിച്ച് ക്ഷമിച്ചും ജീവിക്കണം എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് വരുന്നതാണ്. കുടുംബം ആവുമ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇത്തരം രീതിയിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി അവരുടെ ഡിവോഴ്സ് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ആളെ നമുക്ക് ഒരിക്കലും ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഡിവോഴ്സ് കഴിഞ്ഞു ഇപ്പോൾ ആളുടെ. അപ്പം ആ ചേച്ചീൻ്റെ പാരൻസിനെ ആയിരുന്നു കൺവിൻസ് ചെയ്യാൻ വേണ്ടി, ചേച്ചിക്ക് കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു പാരൻസിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു മിസ്റ്റേക്ക് അല്ല. കാരണം അവർ ജീവിച്ച് വന്നേക്കുന്ന സാഹചര്യം, അവർ കണ്ടിരിക്കുന്ന ലോകമൊക്കെ വേറെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് കുടുംബം, ഇപ്പൊ നമ്മളിപ്പം ചില ആളുകളെ കണ്ടുപിടിച്ചേക്കും, നിങ്ങൾ എങ്ങനെയാ ഇത്ര കാലം ജീവിച്ചേ എന്ന് നമുക്ക് തോന്നിക്കുന്ന ചില ആളുകളുടെ ജീവിതമുണ്ട്. നരകിച്ച ജീവിതമായിരിക്കും, പക്ഷെ അവര് 10, 30, 40 വർഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അത് അപ്പൊ
അതായത് എത്ര സഹിച്ചാലും ക്ഷമിച്ചാലും ഇത് ഇങ്ങനെയാണ്, ഇതിനകത്തുനിന്നൊരു മോചനം ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടെ ഈ വിഷയങ്ങളിലൊക്കെ കുറച്ചും കൂടെ പ്രോഗ്രസീവായി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരാൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഒരാൾ സെക്ഷലി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വെർബലി ഏത് രീതിയിലാണെങ്കിലും നമുക്ക് സുഖകരമല്ലാത്ത രീതിയിൽ നമ്മളെ ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ കൃത്യമായി നോ പറയാൻ പഠിക്കുക. നമ്മൾ അതിന് എവിടുന്നാണെങ്കിലും ധൈര്യം കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പം ധൈര്യം വരൂലേ, നിങ്ങൾ ധൈര്യത്തിൽ ആ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ല ഒരാളെ സംബന്ധിച്ചും. ഇറങ്ങാൻ ശ്രമിക്കുക റിലേഷനിൽ നിന്ന്, അത് മാത്രമേ പറയാനുള്ളൂ. അത്ര ഈസി അല്ല. സൈക്കോപാത്തുകളുടെ കയ്യിൽ പെട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവർ ബ്ലാക്ക് മെയിൽ ചെയ്യും. അതിപ്പം നാട്ടുകാരെ അറിയിക്കുന്നതായിരിക്കും, വീട്ടുകാരെ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് എടുത്ത ചില സെൽഫീസ് ആയിരിക്കും. ഇതൊക്കെ വെച്ചിട്ടായിരിക്കും സൈക്കോപാത്തുകൾ ഭീഷണിപ്പെടുത്തുക. അപ്പൊ അതിൽ നിന്ന് കയറി വരാൻ വേണ്ടി പറ്റുക, ഇറങ്ങി വരിക എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന അത്ര എളുപ്പമായിരിക്കൂല പലരെയും സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അതിന് വേണ്ട ആക്ഷൻ എടുക്കാൻ എവിടുന്നാണെങ്കിലും, അതായത് ഇപ്പം വീട്ടിൽ പറഞ്ഞാൽ അടി കിട്ടും, ഓക്കെ, ആ അടി അങ്ങ് സഹിച്ചിട്ടാണെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ പറയാൻ പറ്റുമെങ്കിൽ പറയാൻ, അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയാൻ. എനിക്ക് തോന്നുന്നു ഇപ്പം പോലീസ് സംവിധാനങ്ങളിൽ നമുക്ക് ചെന്ന് രഹസ്യമായി തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറയാം. വലിയ പൊല്ലാപ്പുകളൊന്നും ഇല്ലാതെ ചില വിഷയങ്ങളൊക്കെ കേസ് പോലെ ആക്കാതെ 2 ഫോൺ കോളിൽ തീരാൻ പറ്റുന്ന വിഷയങ്ങളുണ്ടാകും. ഈ ത്രെട്ടണിങ് പോലെയുള്ള റിലേഷൻഷിപ്പ് ചീറ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പൊ അത്തരം സഹായങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മടിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പ്രണയത്തിലായിപ്പോയി നമ്മൾ, അതുകൊണ്ട് ഇപ്പം പ്രണയത്തിലാവുമ്പം മേക്ക് ഔട്ട് ചെയ്യുന്നതും ഇന്റർകോഴ്സ് ചെയ്യുന്നതൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പം അതിനുള്ളിൽ നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതല്ല ലൈഫിന്റെ അവസാനം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാ. അത് സംഭവിച്ചു, അത് നമുക്കിനി പാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ മൊമെന്റ് ആണ് നമുക്കിനി ഉള്ളത്. അപ്പൊ നമുക്ക് അതിലേക്ക് എങ്ങനെ ബെറ്റർ ആവാം, ഈ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ നമുക്ക് തോന്നുകയാണ് ഇയാൾ ഇത്രയും കുറ്റവാളിയാണ്, അയാൾക്ക് ഒരു ശിക്ഷ കിട്ടണം എന്ന് നമുക്ക് തോന്നുകയാണ്, നമുക്ക് അങ്ങനെയാണ് മനസ്സമാധാനം കിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ലീഗലി മൂവ് ചെയ്യേണ്ട കേസുകളാണെങ്കിൽ ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിന് മുന്നേ നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് സീക്കുക, അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസുകൾ എടുക്കുക. ഇപ്പം എന്താ പറയുക, നമുക്ക് അറിയാം പോലീസ് സ്റ്റേഷനിലൊക്കെ ഭയങ്കര ജനകീയ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അത്തരം പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ചെന്നിരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, എനിക്ക് അറിയില്ല പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ചെന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. നമ്മൾ ടച്ച് വുഡ് ഇതുവരെ അങ്ങനെ കയറാത്തൊരു സ്ഥലമാണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ട്. അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഇടമായി മാറുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ റീലിലും വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന, നമുക്ക് സമാധാനപരമായി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന്, ഏത് തരത്തിലുള്ള ബന്ധം ആയിക്കോട്ടെ, നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒന്നും പോറലേൽക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതേ പറ്റുള്ളൂവെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. 2 പേർക്ക് ഒരുമിച്ച് പോയി എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ എടുക്കാം. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണ്, അത് ഒരിക്കലും വർക്കാവില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അതിനകത്തുനിന്ന് ഇറങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അതായത് വിഷമം ഉണ്ടെങ്കിലും ഇറങ്ങുക, കൂടുതൽ വിഷമിക്കാതെ. അതായത് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും ഒരു ക്യാൻസർ പോലെ ഇത് ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ പെടാതെ പെട്ടെന്ന് തന്നെ ഇറങ്ങുക. ഇതിന് മുന്നോട്ടൊരു ജീവിതമുണ്ട്. അതായത് സൂയിസൈഡ് ചെയ്യുക അല്ല മാർഗം, മുന്നോട്ടൊരു ജീവിതമുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കുക. ആരോടെങ്കിലും തുറന്നു പറയാൻ പറ്റുകയാണ്, ഒരാളോടെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരോട് തുറന്നു പറയുക. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുക, മുന്നോട്ട് പോവുക. അത്രേ ഉള്ളൂ.